Good evening. If you love music, don't waste time. Start enjoying it. Yes, let's start today's episode of Superstar. First, I welcome നമ്മുടെ സൂപ്പർസ്റ്റാറിന്റെ പില്ലേഴ്സ് ജഡ്ജസ്. യെസ്, വെൽക്കം ശരത് സർ, വെൽക്കം അൽഫോൻസ് സർ, ആൻഡ് ബ്യൂട്ടിഫുൾ മഹദി മാം, വെൽക്കം. ആൻഡ് ഐ വെൽക്കം നമ്മുടെ സൂപ്പർസ്റ്റാറിന്റെ സ്ട്രോങ് പില്ലേഴ്സ് എന്ന് കൂടെ പറയാൻ പറ്റും നമ്മുടെ ഓർക്കസ്ട്ര ടീം എക്സ് ബാൻഡ്. വെൽക്കം ദം ടു സൂപ്പർസ്റ്റാർ. വെൽക്കം എക്സ് ബാൻഡ്. ആൻഡ് നമ്മളിപ്പം നിൽക്കുന്നത് സെമി ഫൈനൽ റൗണ്ടിലാണ്. നമ്മുടെ 16 കണ്ടസ്റ്റൻസ് 3 റൗണ്ടുകളാണ് പാടേണ്ടത്. ആൻഡ് ഫസ്റ്റ് ഇളയരാജ ഹിറ്റ്സുമായി നമ്മുടെ സൂപ്പർ കണ്ടസ്റ്റന്റ് അഞ്ജു റെഡിയാണ്. ഐ വെൽക്കം ഹർ ഓൺ സൂപ്പർ സ്റ്റാർ. നമസ്കാരം. ഞാൻ ഈ സെമി ഫൈനൽ സ്റ്റേജിൽ ഇളയരാജ ഹിറ്റ്സ് റൗണ്ടിലാണ് ആദ്യമായിട്ട് പെർഫോം ചെയ്യാൻ പോകുന്നത്. പകൽ നിലവ് എന്ന ചിത്രത്തിലെ വൈരമുത്തു സർ എഴുതിയിട്ടുള്ള വൈദേഹി രാമൻ എന്ന ഒരു സെമി ക്ലാസിക്കൽ സോങ് ആണ്. സെമി ക്ലാസിക്കൽ ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു ടെൻഷൻ ഉണ്ട്, എന്നാലും നന്നായിട്ട് പാടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു.
അഞ്ജു ഇളയരാജ ഹെറ്റ്സ് അല്ലേ, എങ്ങനെ പെർഫോം ചെയ്തു? ഹാപ്പി ആണോ? ഹാപ്പി അല്ല, കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഇനി 2 റൗണ്ട്സ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഈ പെർഫോമൻസിന്റെ കമന്റ്സിലേക്ക് പോവാല്ലേ. ശരത് സർ, നല്ല പാട്ട്, കുറേ എന്താ പറയുക, കുറേ ടെക്നിക്കാലിറ്റീസ് ഉള്ള പാട്ടാണ്. അപ്പം അഞ്ജു ഇതൊക്കെ മനസ്സിലാക്കിയാണോ പാടിയത്, അതോ വെച്ചങ്ങ് അലക്കിയതാ? വരുന്നിടത്ത് വെച്ച് കാണാം. അഞ്ജുവിൻ്റെ സ്ഥലം ഏതാണ്? കണ്ണൂർ. ശ്വാസം അവിടെ വെച്ചിട്ട് വന്നോ ഇപ്രാവശ്യം വരുമ്പോൾ? എന്തൊരു മുറിപ്പാ! അതെന്താണ്? വൈദേകി രാമൻ കൈസേരും കാലം. അതോ ഐറ്റം നമ്പർ പാടി പാടി ഇങ്ങനെ ആയതാണോ? നേത്തിരാത്തിരി അമ്മ എന്ന് പാടി ഇങ്ങനെ ആയതാണോ? പറയൂ, എനിക്കൊരു ഉത്തരം വേണം. ശ്വാസം എടുത്തങ്ങ് ഗിന്നസ് ബുക്കിൽ പേര് വന്ന അഞ്ജുവിൻ്റെ ഒരു പാട്ടിൽ ഇത്രത്തോളം ശ്വാസം എടുക്കാൻ പറ്റും എന്നുള്ളത് തെളിയിച്ചു. അപ്പോൾ എനിക്ക് പ്രധാനമായിട്ട് തോന്നിയത് അതാണ് മോളേട്ടോ. അതൊരു പ്രാണായാമമൊക്കെ ചെയ്ത് ശരിയായിക്കൊള്ളാം കേട്ടോ. നന്നായിട്ട് പാടിയിട്ടുണ്ട്. കാര്യം എന്താ പറയണ്ട, ഒരു പ്രധാനമായിട്ട് ഇപ്പോൾ ഈ രാമൻ, നീ രാമൻ, ആ രാമൻ മറ്റേ നമ്മുടെ പലചരക്കട നടത്തുന്ന രാമനായിപ്പോയി. അപ്പോൾ അത് ഒന്ന് മാറ്റണം. ആ സംഗതി വന്നാലേ കൊള്ളാവും. ഈ തൈമാത നന്നാളിലെ, തൈമാത നന്നാളാണ് കേട്ടോ, തൈമാസത്തിലുള്ള നല്ല ദിവസത്തിൽ എന്നർത്ഥം. തൈമാത നാളിലെ എന്നല്ല കേട്ടോ. പിന്നെ ആ സാധനം ഒന്ന് കൃത്യമായിട്ട് പാടാം. പിന്നെ നിത്തനിതാത തന്നെ പാടാം അങ്ങോട്ട് പോകുമ്പോൾ കേട്ടോ. ഒക്കെ കയറി അതെല്ലാം ഓക്കെയാണ്. അത് മനസ്സിലാക്കിയെന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. കാര്യം കൃത്യമായിട്ടൊരു ടോണിക് ഷിഫ്റ്റ് ഉള്ളപ്പോൾ നമ്മൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് ആ രാഗമായിട്ട് ഫീൽ ചെയ്യാനും, പിന്നെ നമുക്ക് കല്യാണിയിലേക്ക് വരുമ്പോൾ കല്യാണി തന്നെയാണ്, പക്ഷെ ആ ടോണിക്ക് മാറുമ്പോൾ നമുക്ക് മൊത്തം സ്വരങ്ങൾ മാറുകയല്ലേ. അപ്പം അത് കൃത്യമായിട്ട് മനസ്സിലായോ അഞ്ജുവിന് എന്നുള്ളതാണ് എൻ്റെ എളിയ ചോദ്യം. ഏതാ സ്വരം? അതേ സ്വരമാണോ ആ രാഗത്തിൽ ഇപ്പൊ പാടിയത്? ഗാ തന്നെ. മനസ്സിലായി. ഗരിക പാപ്പ മഗമത. ഈ മഗമത ഏതാണ്? ഗരിക പാപ്പ ഗരികപ്പ മഗമത എന്ന് പറഞ്ഞാൽ ഗരികപ്പ തന്നെയാണ്. അപ്പൊ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അതൊക്കെ എനിക്കിഷ്ടമായി. പക്ഷെ ഈ ശ്വാസം ഒരു പ്രധാന ഇഷ്യൂ ആണ് മോളെ. കാര്യം നമ്മളൊരു ലൈൻ നമ്മൾ കറക്റ്റായിട്ട് അത് പാടി ഒരു ശ്വാസത്തിൽ പാടി തീർക്കേണ്ടത് മോൾ അതിൻ്റെ ഇടയിൽ മുറിക്കുമ്പോൾ അതിൻ്റെ ഫ്ലോയും പോവും. പിന്നെ നമ്മൾ വിചാരിച്ചോണം കറക്റ്റായിട്ട് കിട്ടത്തുമില്ല. നമ്മൾ പറയത്തില്ലേ അതിൻ്റെ ഫ്ലോയും പോയി എന്ന് പറയുന്ന പോലെ നമുക്കത് കൃത്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റത്തില്ല കേൾക്കുന്നവർക്കും. നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അപ്പോൾ അതൊന്നും ശരിയായിക്കൊള്ളാം. ബാക്കി എനിക്കിഷ്ടമായി അഞ്ജു പാടിയത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ആൻഡ് അൽഫോൻസ് സർ. അഞ്ജുവിൻ്റെ കോസ്റ്റ്യൂം നല്ല രസമുണ്ട്, കൊള്ളാം. പാട്ട് വളരെ ശരിക്കും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സോങ്ങാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ സ്വരസ്ഥാനമൊക്കെ നല്ല വ്യക്തതയോടു കൂടി പാടിയാൽ ഇത് കൃത്യമായിട്ട് രസം ഉണ്ടാവുള്ളൂ കേൾക്കാനായിട്ട്. അഞ്ജു നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. എനിക്ക് തോന്നിയത് മൊത്തത്തിലൊരു ഈസ്, അതിൻ്റെ ഒരു സുഖമായിട്ടുള്ള ഒരു പാടലുണ്ടല്ലോ, അത് ഇച്ചിരി കുറവ് പോലെ തോന്നി. അതൊരു ടെൻഷനും ഒക്കെയാണ്, എങ്ങനെയത് അവിടെ എത്തൂ ഇവിടെ എത്തൂ. പക്ഷേ പ്രത്യേകിച്ച് മുകളിൽ പോകുന്ന ഭാഗങ്ങളിൽ അവിടെ അങ്ങ് എത്തുന്നില്ല. മനസ്സിലുണ്ട്, പക്ഷെ അതങ്ങോട്ട് എത്തുന്നില്ല. അതിലേക്ക് കൂടുതൽ ഫോക്കസ് വേണമായിരുന്നു എന്ന് എനിക്ക് തോന്നി ആ ഒരു ഏരിയകളിൽ. അപ്പം അത് ആ ഹൈയിലേക്ക് പോകുന്ന ഭാഗങ്ങൾ നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എങ്കിലും തുടങ്ങിയ അവസാനം വരെ നമ്മളൊരു മുള്ളുമ നിൽക്കുന്ന പോലെയാണ് പോകുന്നത്. അപ്പോൾ അത് എനിക്കൊന്ന് കുറച്ചും കൂടി ഒന്ന് ഈസിനെസ് അല്ലെങ്കിൽ ഒരു സുഖം ആകാമെന്ന് എനിക്ക് തോന്നി കേട്ടോ. എങ്കിലും നല്ലൊരു പരിശ്രമം ഉണ്ടായിരുന്നു ഇതിനകത്ത്. അപ്പോൾ ആ പരിശ്രമം തീർച്ചയായിട്ടും ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു.
ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സർ. ആൻഡ് മഹദി മാം. അഞ്ജു നന്നായി പാടി അഞ്ജു. അഞ്ജുവിനൊരു ഓക്സിജൻ സിലിണ്ടർ വേണ്ടി വരും. ഒന്നല്ല 2-3 വേണ്ടി വരും. അഞ്ജു ബേസിക് പ്രോബ്ലം വാസ് ബ്രെത്ത്. ഓക്കെ, എനിക്ക് തോന്നി അഞ്ജു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ബാലു അങ്കിളൊക്കെ SPV അങ്കിളൊക്കെ എഴുതി വെച്ചേക്കുന്ന ഈവൻ ബ്രെത്ത് എവിടെ എടുക്കണം എന്ന് വരെ സ്ട്രോക്സ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. നോട്ട് ദാറ്റ് ഐ ഹാവ് ഗ്രേറ്റ് ബ്രെത്ത് കൺട്രോൾ, ബട്ട് ഐ എം ജസ്റ്റ് സേയിങ് അറ്റ്ലീസ്റ്റ് വെൻ യു പെർഫോം ഒരു ഫ്രേസ് വൈദേഹി രാമൻ അത് ഒരു ബ്രത്തിൽ പാടിക്കൂടെ? അവിടെ എന്താ പ്രശ്നം? പ്രാക്ടീസ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ പാടിക്കൊണ്ടുണ്ടായിരുന്നേ. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഞാൻ മുറിഞ്ഞന്നെ പോന്നു. ഓക്കെ, ഐ തിങ്ക് ടെൻഷൻ കാരണം അഞ്ജുവിന് ആ ബ്രെത്ത് കിട്ടുന്നില്ല. ഒരു വെപ്രാളം, ടോട്ടൽ വെപ്രാളം ഉണ്ടായിരുന്നു. അഞ്ജുവിന് ടെലികാസ്റ്റ് കാണുമ്പോൾ എന്താ പറയുന്നത് മനസ്സിലാവും. ബിക്കോസ് ഒരു ടോട്ടൽ വെപ്രാളം ഉണ്ടായിരുന്നു സോങ്ങിൽ ഫുള്ളും. വെരി ഇൻ്റലിജൻറ്റ് സോങ് സെലക്ഷൻ, വെരി നൈസ് സോങ്, അതൊക്കെയാണ്. എന്നാലും ഒരു ടോട്ടൽ നോൺ സെറ്റിൽഡ് ഫീൽ. ഓക്കെ, ഇപ്പോൾ ഒരു വർണ്ണമൊക്കെ ചില കച്ചേരി ഒരു 4 hour കോൺസേർട്ടിലൊക്കെ ആദ്യം ഒരു വർണ്ണം പാടുമ്പോൾ ഒരു ഇതുണ്ടാവും, അയ്യോ 4 മണിക്കൂർ പാടണമല്ലോ എന്ന് പറഞ്ഞൊരു ടെൻഷൻ. ആ ടെൻഷൻ വാസ് ദെയർ ത്രൂ ഔട്ട് ദ സോങ്. ഓക്കെ, ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് സോങ്, അണ്ടർസ്റ്റാൻഡബിൾ. എനിക്ക് ആദ്യത്തെ യുനോ ദാറ്റ് നിഷാദം തൊട്ട് വരുന്ന ആ ഗ്രഹഭേദം പോർഷൻസ്, സി വൺ ഇമ്പോർട്ടൻറ്റ് തിങ്, ഇതുപോലത്തെ പാട്ടുകൾ പാടുമ്പോൾ കല്യാണീൻ്റെ നിഷാദത്തിൽ തന്നെയാണ് പാടുന്നത്. എന്നാലും സ്വരസ്ഥാനം ഷുഡ് ബി റൈറ്റ്. ഓൺ ദാറ്റ് ആസ്പെക്ട് കല്യാണി മനസ്സിലുണ്ടാവണം. പക്ഷേ വെൻ യു ആർ ചേഞ്ചിങ് ദ രാഗം, യു ഫോർ എക്സാമ്പിൾ യു സിംഗിങ് ശുദ്ധ ധന്യാസി, യു സിംഗിങ് ഹിന്ദോളം ഓർ മോഹനം, അതിൻ്റെ ഒരു ഫ്ലേവർ അതിൽ വരണം. മനസ്സിലാവുന്നുണ്ടോ? അതിൻ്റെ നോട്ട്സിൻ്റെ ഫ്ലേവർ അതിൽ കിട്ടണം. കല്യാണി തന്നെ പാടാൻ പാടില്ല. യു ഹാവ് ടു സിംഗ് ദി അതർ രാഗം വിത്ത് ദ നോട്ട്സ് ഓഫ് കല്യാണി, റൈറ്റ്? സ്ഥാനം ഷുഡ് ബി ഓഫ് കല്യാണി, the notes has to be of the other ragam and the flavor has to be of the other ragam. You get that? Okay, എനിക്കത് definitely second charanam was little better off. adila hindolam shuddha dhanasi and that mohanam landing was very nice. Okay, ആ പോർഷൻ്റെ ഒരു സെറ്റിൽമെൻറ്റ് എനിക്ക് ഫസ്റ്റ് ചരണത്തിൽ കിട്ടിയില്ല. നിസഗരി വൈദേഹി രാമൻ, ദാറ്റ് പ്ലേസ് വാസ് ഒരു വൈദേഹി വാസ് വെരി ഫ്ലാറ്റ്. ഓക്കെ, സോ ബ്രെത്തിന് അഞ്ജു ഐ ഡോണ്ട് നോ ഈ ടെൻഷൻ കാരണമാണ് ഈ ബ്രെത്ത് ഇങ്ങനെ മുറിച്ച് ഒരു കട്ട് പീസ് സ്റ്റോറൊക്കെ വെക്കായിരുന്നു തോന്നണോ? യുനോ, അത്രയ്ക്കും ബ്രെത്ത് കൺട്രോൾ വാസ് എ ഹ്യൂജ് ഇഷ്യൂ. ഓക്കെ, വർക്ക് ഓൺ ഇറ്റ്. ഇങ്ങനെ ബ്രെത്ത് പോയിട്ട് ഞാൻ അഞ്ജുവിൻ്റെ ഒരു പെർഫോമൻസിൽ ഞാൻ കണ്ടിട്ടില്ല. അല്ല ഇപ്പം എന്ന് പറഞ്ഞ പോലെ മൈ ഗോഡ്. ഓക്കെ അഞ്ജു, ഈ നർവസ്നെസ് കാരണമാണ് ഐ തിങ്ക് പ്ലാനിങ് ഇല്ലാണ്ട് പോയത്. Anyways, orchestra was also very nice, very good support. All the best. Thank you Mahadi ma'am and Anju. No worries. ഇനി നമുക്ക് സെമി ഫൈനൽ കുറച്ച് ടൈറ്റ് ആണ്, ബട്ട് സ്റ്റിൽ നമുക്ക് ഇനി ബാക്കി 2 പെർഫോമൻസ് ഉണ്ട്. അതിൽ നമുക്ക് ഈ കമൻസ് ഒക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം. ഓക്കെ, നമുക്ക് മാർക്സിലേക്ക് പോവാം. ഓക്കെ, ശരത് സർ. അഞ്ജു, എന്താണ് അഞ്ജു? ഒരു ചോദ്യം ചോദിക്കട്ടെ അഞ്ജുവിൻ്റെ അടുത്ത്? പറയുമോ കൃത്യമായിട്ട്? അഞ്ജു എല്ലാം മനസ്സിലാക്കിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിൽ മോഹനം ഏതൊക്കെ സ്വരത്തിൽ നിന്ന് പാടാം? അത് തന്നെ, കറക്റ്റ് പറഞ്ഞോ. കിട്ടി അഞ്ജു, ഞാനല്ല പറയുന്നത് കിട്ടിയെന്ന്. എനിക്കറിയാം അഞ്ജുവിൻ്റെ മനസ്സിൽ ഋഷഭം ഇരുണ്ടെന്ന്. കണ്ട, അതാ ഞാൻ പറഞ്ഞു. ഇനി ഒരു സ്വരവും കൂടെ ഉണ്ട്. അത് തന്നെ ഇപ്പം പറഞ്ഞ പഞ്ചമം അല്ലേ? കറക്റ്റ്. പിന്നെ ഒരു സ്വരത്തിലും കൂടെ പാടാം. ഏതാണെന്നറിയാമോ? ഇതിൻ്റെ യഥാർത്ഥ ശ്രുതിയിൽ ആ ഷഡ്ജത്തിൽ പാടാമല്ലോ. കല്യാണിനുണ്ടല്ലോ മോഹനം. ഇതൊക്കെ ചുമ്മാ നോക്കി വയ്ക്കണം കേട്ടോ നിങ്ങൾ. അതൊക്കെ നമ്മൾ എത്രത്തോളം നമ്മൾ ഗവേഷണം നടത്തുന്നു അത്രയും നല്ലതാണ്. ശ്വാസം കിട്ടാനുള്ള ഗവേഷണവും കൂടെ നടത്തുക അതിൻ്റെ കൂടെ കേട്ടോ. അപ്പോൾ അഞ്ജുവിന് ഞാൻ 22 മാർക്സ്. 22 marks. Happy? Okay. And Alphonse sir? Anju 22. 22 marks and Mahadi ma'am? 22. Thank you ma'am. That went 66. Happy alle?
ഓക്കെ, എനിവേസ് ഇതിനെക്കാട്ട് കൂൾ സ്കോർ എടുക്കണം കേട്ടോ ബാക്കിയുള്ള 2 റൗണ്ട്സ്. എനിവേസ് ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു സോ മച്ച്. ആൻഡ് നമ്മുടെ സൂപ്പർ സ്റ്റാറിൽ അടുത്തതായിട്ട് നമ്മൾ എവർഗ്രീൻ പെർഫോമൻസ് ആണ് കാണാൻ പോകുന്നത്. ബട്ട് അതിന് മുമ്പ് ഒരു ചോട്ടാ ബ്രേക്ക്. സ്റ്റേ ട്യൂൺ ടു സൂപ്പർ സ്റ്റാർ. വെൽക്കം ബാക്ക്. യു ആർ വാച്ചിങ് സൂപ്പർ സ്റ്റാർ. ഇളയരാജ സാറിന്റെ ഹിറ്റ് സോങ്ങിൽ ഒന്നായ പാട്ടാണ് നമ്മൾ അഞ്ചു പാടി ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി തകർത്തത്. അടുത്തതായിട്ട് എവർഗ്രീൻ സോങ്ങുമായിട്ട് ഋത്വിക് വരാനായി. വെൽക്കം ഹിം ഓൺ സൂപ്പർ സ്റ്റാർ. ഈ 4ാമത്തെ സ്റ്റേജിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് റൗണ്ടിൽ പാടുന്ന പാട്ട് റാഫി സാഹിബിൻ്റെ ചാഹുങ്ക മേ തുജെ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എൻജോയ് ചെയ്യുക. चाहूंगा मैं तुझे सांझ सवेरे, फिर भी कभी अब नाम को तेरे आवाज मैं न दूंगा, आवाज मैं न दूंगा। चाहूंगा मैं तुझे सांझ सवेरे, फिर भी कभी अब नाम को तेरे आवाज मैं न दूंगा, आवाज मैं न दूंगा। चाहूंगा मैं तुझे सांझ सवेरे। देख मुझे सब है पता, सुनता है तू मन की सदा। देख मुझे सब है पता, सुनता है तू मन की सदा। मितवा मेरे यार तुझको बार बार आवाज मैं न दूंगा, आवाज मैं न दूंगा। चाहूंगा मैं तुझे सांझ सवेरे, फिर भी कभी अब नाम को तेरे आवाज मैं न दूंगा, आवाज मैं न दूंगा। चाहूंगा मैं तुझे सांझ सवेरे। दर्द भी तू, चैन भी तू, दरस भी तू, नैन भी तू। दरस भी तू, चैन भी तू, दरस भी तू, नैन भी तू। मितवा मेरे यार तुझको बार बार आवाज मैं न दूंगा, आवाज मैं न दूंगा। चाहूंगा मैं तुझे सांझ सवेरे, फिर भी कभी अब नाम को
को तेरे आवाज मैं न दूंगा, आवाज मैं न दूंगा, आवाज मैं न दूंगा, आवाज मैं न दूंगा। പ്രതീക്, ഹായ്. ദോസ്തി ഫിലിമിലെ ബ്യൂട്ടിഫുൾ സോങ് ആണ്. അതെ. വെൽ, എന്തായാലും നമുക്ക് നേരെ കമന്റ്സിലേക്ക് തന്നെ പോവാം അല്ലേ? പോവാം. പോ. ശരത് സർ. ഋത്വിക് സർ. ഉഗ്രൻ സെലക്ഷൻ. താങ്ക് യു സർ. ആരാണ് പാട്ട് സെലക്ട് ചെയ്തതെന്ന് ഞാൻ തന്നെ അന്ന് പറയരുത്, വേറെ ആരെങ്കിലും ആയിരിക്കും. അച്ഛൻ. അതാണ് ഞാൻ പറഞ്ഞില്ലേ. അപ്പം അച്ഛന് പ്രത്യേക താങ്ക്സ്. അപ്പം നന്നായിട്ട് പാടി കേട്ടോ. എന്താ പറഞ്ഞാൽ ഇത് നിനക്ക് എന്താണ് ഒരു സംശയം മൊത്തത്തില്? സംശയം മൊത്തത്തിൽ ഇതൊക്കെ ശരിയാവുക ദൈവമേ? ഇവരൊക്കെ ചുമ്മാ 3 പേര് രാവിലെ ഒരുങ്ങി ഇവിടെ വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് മൊത്തത്തിൽ? അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, ഈ ഒന്നാമത്തെ ഒരു എടുത്തു പറയേണ്ട ഈ പാട്ടിൻ്റെ ഒരു കാര്യം, എൻ്റെ കമ്പോസേഴ്സ്, അത് പറയേണ്ട കാര്യമില്ല. പിന്നെ ഇത് ആരാണ് പാടിയേക്കുന്നത്? റഫി സർ. അദ്ദേഹം പാടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ആര് പാടിയാലും ചിലപ്പോൾ അദ്ദേഹം തന്നെ പാടിയാൽ ശോഭിച്ചെന്ന് വരത്തില്ല. അങ്ങനൊരു പാട്ടുകാരനാണ്. അലുവ പോലെ ഇതിന് കൊടുക്കേണ്ട എക്സ്പ്രഷനൊക്കെ ഇത്രയും പെർഫെക്റ്റായിട്ട് റെൻഡർ ചെയ്യുന്ന ഒരു ഗായകനുണ്ടോ എന്ന് സംശയമാണ്. പല നമ്മുടെ വലിയ പാട്ടുകാരും ഇമിറ്റേറ്റ് ചെയ്യുന്നതും ചെയ്യാൻ ആഗ്രഹിച്ചതും ഒക്കെ റാഫി സാബിനെ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ട് പാടിയതിൽ കുറേ സന്തോഷം മോനെ, ഉള്ള കാര്യം പറയാമല്ലോ. അപ്പോൾ ഇത് കുറേയും കൂടെ ഇപ്പോൾ റാഫി സാബിൻ്റെ ശബ്ദം വളരെ സോഫ്റ്റായിട്ട് ശബ്ദമാണ്, പക്ഷെ അതിനും ഒരു സ്ട്രെങ്ത് ഉണ്ട്, അതിനും ഒരു ശക്തിയുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ എങ്ങനെയാണ് ഓരോ വാക്കുകൾക്ക് കൊടുക്കേണ്ട എക്സ്പ്രഷൻ, അതൊക്കെ അത് മോന് കൃത്യമായിട്ട് അവിടെ ഈ ആവാസൊക്കെ പാടുമ്പോൾ അത് കുറേയും കൂടെ അതിനൊരു സുഖം. ആ മേന ദൂങ്ക രണ്ടാമത്തെ വട്ടം പാടുമ്പോൾ എപ്പോഴും അതിനൊരു ഡൗട്ടുണ്ട്. അതിനൊരു വലിയ ക്ലാരിറ്റി അല്ല, പക്ഷേ എങ്കിലും അത് കുറച്ചും കൂടെ ക്ലാരിറ്റി ആവാം കേട്ടോ. അതുപോലെ ചന്ദരേ മുझको ബാർ ബാർ ആവാസ് എന്ന് പറഞ്ഞ ആ ബാറിനൊക്കെ ഒരു ഇത് നമ്മുടെ ഇവിടെ ഉള്ള ബാറാ നീ പാടിയത്, ഇവിടെ നോക്കിയാലും ബാറാ കേട്ടോ. അങ്ങനല്ല, അതിനൊരു ആ എക്സ്പ്രഷൻ ഡൈനാമിക്സ് ഒക്കെ നമ്മൾ എന്താ പറയുക, അതിനങ്ങോട്ടെടുത്ത് ഛർദ്ദിക്കാനല്ല പറയുന്നത്, അത് ഉൾക്കൊണ്ടിട്ട് നമ്മൾ പാടണം. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു സുഖം കിട്ടും. അപ്പോൾ പാടിയത് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാം കേട്ടോ. ഒന്നത് മുകളിലൊക്കെ പാടിയത് നീ ഇങ്ങനെ ഒതുക്കി ഒതുക്കി അതിനൊരു സുഖം ഉണ്ടായിരുന്നു മൊത്തത്തിൽ കേട്ടോ. പിന്നെ എന്താണ് ആ ഒരു കുറച്ചും കൂടെ സോളാകാമായിരുന്നു എന്ന് തോന്നി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ആൻഡ് അൽഫോൻസ് സർ. ഋത്വിക് സർ. നല്ലൊരു പാട്ട്, എനിക്കിഷ്ടമായി ഋത്വിക് പാടിയത്. താങ്ക് യു സർ. പിന്നെ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ എനിക്ക് ആ സെയിം ഒരു ഫീൽ തന്നെയാണ് തോന്നിയത്. അതായത് റഫി സാബ് പാടി വെച്ചിരിക്കുന്ന എക്സ്പ്രഷൻ അത് പറയാൻ പറ്റില്ല, ഒരു ഭയങ്കര ഒരു ഫീല്. അപ്പോൾ ആ ഫീല് കൊടുക്കാൻ വേണ്ടി ഋത്വിക്ക് ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ സ്ട്രെങ്ത് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ സോഫ്റ്റായിട്ട് അല്ലെങ്കിൽ അത് പാടുന്നെങ്കിലും ഓരോ പാടുന്നതിനും അതിൻ്റെതായ ഒരു ബലമുണ്ട് അതിനകത്ത്, ആ ഒരു കൃത്യതയുണ്ട്. അത് ഓരോന്നും വ്യക്തമാക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് ആ ഒരു ഏരിയയിൽ കുറച്ചൊന്ന് സോഫ്റ്റായിട്ടാണ് പാടിയത്. റെൻഡറിങ് ടോട്ടലി ഒരു വളരെ സോഫ്റ്റായിട്ടുള്ളൊരു ഫീലിലാണ് പാടിയത്. അപ്പം അത് എനിക്ക് തോന്നുന്നത് അത് നമ്മൾ പല പ്രാവശ്യം കേൾക്കാൻ വേണമെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് പഠിക്കണമെങ്കിൽ നമ്മൾ ചുമ്മാ ഒരു പാട്ട് അങ്ങനെ തന്നെ അങ്ങനെ കോപ്പി ചെയ്ത് പഠിച്ചു വെക്കുക എന്നുള്ളതിനേക്കാളപ്പുറത്ത് കുറേ പ്രാവശ്യം കേട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫീല് ശരിക്കും സ്വാംശീകരിച്ചെടുക്കണം, എങ്കിലേ ഇത് പാടാനായിട്ട് പറ്റുള്ളൂ. പിന്നെ എനിക്ക് 2 പ്രാവശ്യം തിരിച്ച് ആവാസ് എന്നുള്ളത് പാടുന്ന സമയത്തൊരു ശ്വാസം വലി കേട്ടു എൻ്റെ ഇടയിൽ കൂടെ. അവിടെ പെട്ടെന്ന് അങ്ങോട്ട് ബ്രെത്ത് എടുക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു എന്ന് സംശയം. ആ എൻഡ് ചെയ്തിട്ട് തിരിച്ച് അങ്ങോട്ട് വരില്ലേ, ശരിക്കും കേൾക്കാൻ പറ്റും. അപ്പം ഞാനിങ്ങനെ ഒരു ശബ്ദം വന്ന പോലെ എനിക്ക് തോന്നി. അപ്പം അത് ഞാൻ സെക്കൻഡ് ടൈമിലും അത് തന്നെ ശ്രദ്ധിച്ചു. അപ്പം ശ്വാസം വലിക്കണം, പക്ഷേ ഈ പറഞ്ഞ പോലെ അതൊരു
ശ്രദ്ധിച്ച് ചെയ്യുക അങ്ങനത്തെ ഇതുകളെല്ലാം. പക്ഷെ എനിക്ക് മൊത്തത്തിലൊരു ഞാൻ എൻജോയ് ചെയ്തു ശരിക്കും സോങ് കേട്ടോ. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിലും എനിക്ക് ഇഷ്ടമായി പാട്ട് ചെയ്തത്, പെർഫോം ചെയ്തത്. ഓൾ ദി ബെസ്റ്റ് ഋത്വിക്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. ആൻഡ് മഹദി മാം. ഋത്വിക്, എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഋത്വിക്. നല്ല പിച്ചിങ് ആയിരുന്നു ത്രൂ ഔട്ട് ദ സോങ്. ഓക്കെ. ആൻഡ് എനിക്ക് ഏതാണ്ട് ആക്ച്വലി അൽഫോൺസ് ഏട്ടൻ പറഞ്ഞതിന് പോലെ തന്നെ എനിക്ക് ഋത്വിക്കിൻ്റെ പ്ലാനിങ് ഓഫ് ബ്രെത്ത് ഇഷ്ടമായി. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, എക്സൈറ്റ്മെൻറ്റ് കൂടിപ്പോയിട്ട് ആ ഒരു ബ്രെത്ത് എടുക്കേണ്ടി വന്നു. പ്ലാനിങ് വാസ് വെരി ഗുഡ്, ബട്ട് ദാറ്റ്സ് ഹൗ യു ഷുഡ് പ്ലാൻ യുവർ ബ്രെത്ത്. ബട്ട് അത് ഞാൻ ഫീൽ കൊടുക്കണം വിചാരിച്ചു, അപ്പോൾ ബ്രെത്തിനൊരു ഫീൽ ആയിപ്പോയി. ബ്രെത്തൊക്കെ ഒരു ഫീലിൽ വരാം അല്ലേ? ഓക്കെ, എന്താ ചെയ്യുക അല്ലേ ഋത്വിക്? ഓക്കെ, നൈസ്. എനിക്ക് ഞാൻ മോറോലെസ് ഒന്നും എഴുതിയിട്ടില്ല. ഐ തിങ്ക് റഫീ സാബിൻ്റെ സോങ് യു യൂസ് ടു ദാറ്റ് മെസ്മറൈസ്ഡ് വോയിസ് ആൻഡ് ടെക്സ്ചർ, നോ ദാറ്റ് ടോൺ. എനിക്ക് സത്യം പറയുന്നത് വെച്ചാൽ കുറേ സംഗതീസ് ഋത്വിക് പാടിയപ്പോൾ എനിക്ക് ദാസങ്കൾ പാടുന്ന പോലെ ഒരു ഫീല് കിട്ടി. ഓക്കെ, ആസ് എൻ ഇപ്പോൾ ദാസങ്കൾ ജബ്ദീപ് ജലിയാന അതൊക്കെ പാടിയാൽ ആ സംഗതിയുടെ ഒരു സ്വിഫ്റ്റ്നെസ് ഉണ്ടാവില്ലേ, ദാസങ്കളിനായിട്ടുള്ള ഒരു നാച്ചുറൽ ടിമ്പർ. സോ ഐ തിങ്ക് ഓൾ മലയാളീസ്, മോസ്റ്റ് ഓഫ് ദ സിംഗേഴ്സ്, നമുക്ക് ഇൻഹറൻ്റ് ആയിട്ട് ദാസങ്കളുടെ ഒരു ഇൻഫ്ലുവൻസ് മനസ്സിൽ കിടക്കുന്നുണ്ട്. സബ് കോൺഷ്യസ് മൈൻഡിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു സിംഗറാണ്. സോ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഋത്വിക്കിന് ചെറിയ ചെറിയ സംഗതീസിൽ വന്നിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ദാറ്റ് മേ നാ ദൂങ്ക വാട്ട് എവർ ദ സെക്കൻഡ് ടൈം വെൻ യു സാങ്, നോ. സോ അതെനിക്ക് തോന്നി. അതർവൈസ് ഇറ്റ് വാസ് എ വെരി വെരി നീറ്റ് പെർഫോമൻസ്. താങ്ക് യു മാം. യെസ് ഋത്വിക്, കുറച്ച് നല്ല ഗുഡ് കമൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് മാർക്കിലേക്ക് പോവാം. യെസ് ശരത് സർ. 22 മാർക്ക്. താങ്ക് യു സർ. അൽഫോൺസ് സർ. 22.5. 22.5. ആൻഡ് മഹദി മാം. 22.5. Yes, 22.5. That means 67 in total. ഹാപ്പി ആണോ? ഇതിനെക്കാട്ട് കൂടുതൽ സ്കോർ എടുക്കും. ഓക്കെ, എന്തായാലും നമുക്ക് ചെറിയൊരു വിശ്വാസമുണ്ട്. എന്തായാലും ബാക്കിയുള്ള 2 റൗണ്ട്സും നന്നായിട്ട് പെർഫോം ചെയ്യട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. പിന്നെ എന്തായാലും നമ്മൾ ഋത്വിക്കിന്റെ പെർഫോമൻസ് കണ്ടു. അടുത്തതായിട്ട് ഹിദിയുടെ പെർഫോമൻസ് ആണ്. ബട്ട് അതിനു മുമ്പ് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. വിൽ ബി ബാക്ക് ഇൻ എ മൊമെന്റ്. വെൽക്കം ബാക്ക്. യു ആർ വാച്ചിങ് സൂപ്പർ സ്റ്റാർ. ഋത്വിക്കിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് റൗണ്ട് ആണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. അടുത്തതായിട്ട് ഹിദിയുടെ രവീന്ദ്രൻ മാസ്റ്ററിന്റെ ഒരു കിടിലം കമ്പോസിംഗ് സോങ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഹിദിയുടെ ഫസ്റ്റ് പെർഫോമൻസ് ആണ്. സൂപ്പർ ആവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഐ വെൽക്കം ഹർ ഓൺ ടു സൂപ്പർ സ്റ്റാർ. ഹായ് വ്യൂവേഴ്സ്, ഈ സെമി ഫൈനൽ സ്റ്റേജിൽ രവീന്ദ്രൻ ഹിറ്റ്സ് റൗണ്ടിലാണ് ഞാൻ ആദ്യമായി പെർഫോം ചെയ്യാൻ പോകുന്നത്. ഒരു മെയ് മാസ പുലരിയിൽ എന്ന ഫിലിമിലെ ചിത്രചേച്ചി പാടിയ പുലർക്കാല സുന്ദര എന്ന സോങ് ആണ് ഞാൻ പാടാൻ പോകുന്നത്. സോ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി.
ഹിദിയ, രവീന്ദ്ര മാഷിൻ്റെ നമ്മൾ ഒരു മെയ് മാസ പുലരിയിൽ എന്ന ഫിലിമിലെ സോങ് ആയിരുന്നു. ഇഷ്ടമാണോ ഈ പാട്ട്? ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്തത്. ആണ്, തന്നെ സെലക്ട് ചെയ്തതാണോ? ആണ്. ഓക്കെ, അപ്പം കമൻസിലേക്ക് പോവാം. യെസ്, ശരത് സർ. ഹിദിയ സർ, നല്ല പാട്ട്. ഇതൊക്കെ പാടിയൊക്കെ പഠിച്ചോ അതോ? പറയൂ, സത്യം പറയാം കേട്ടോ. ഹിദിയ നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും കൂടുതൽ സത്യസന്ധയാണ് മോൾ. അപ്പോൾ അതുകൊണ്ട് സത്യം മാത്രം പറഞ്ഞാൽ മതി. പറഞ്ഞോളൂ. പഠിച്ചിരുന്നു. അപ്പോൾ കളിയല്ലേ, ശരി പോട്ടെ. അപ്പോൾ ഈ പുലർക്കാല അത് പാടുന്നതിന് എന്താണ് അവിടെ ഒരു പിടുത്തോത്സവം എന്താണ്? അത്രയല്ലേ ഉള്ളൂ. അവിടെ അവിടെ എന്തോ ഒരു സ്വാതന്ത്ര്യക്കുറവ്. എന്താണ് അതിനൊക്കെ? ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയും. എന്താണ് മോള് ഫേസ് ചെയ്ത പ്രോബ്ലം എന്താണ്? അത് പാടുമ്പോൾ ഒരു സ്വാതന്ത്ര്യക്കുറവ് എന്തുകൊണ്ടാണ് വന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആ അതെ അതെ, യു ആർ റൈറ്റ്. ഉത്തരം പറയും. സംഗതി അതൊരു വലിയ ഐറ്റം അല്ലല്ലോ മോളെ. അത് കൂളായിട്ട് പാണ്ടാണ്. പിന്നെ അത് വിണ്ണിലും മണ്ണിലും അങ്ങനെ അമ്മൂമ്മകള് പാടുന്നോണ്ട് പാടണോ? വിണ്ണിലും മണ്ണിലും ധാരണ ധാന എല്ലാം ഒരു സാധനം തന്നെ. വർണ്ണ വർണ്ണ ചിറകുമായി അതൊക്കെ ഈ പാറി ഈ പുലർ അത് ഫിനിഷിങ് വേണം മോളെ കേട്ടോ. അവിടെ നിർത്തിക്കളരുത്. പിന്നെ ചരണത്തിൻ്റെ നീരത ശ്യാമള നീരത അങ്ങ് തുടങ്ങണ്ടേ തുടങ്ങണമെന്നെങ്കിൽ പറയും മോളെ. നിന്റെ ശബ്ദം കേട്ടോ എൻ്റെ കൈ കഴിക്കുന്നു. ചാരു സരോവരമായി അതൊക്കെ മോള് സരോവരമൊക്കെ ശരിയായിക്കൊള്ളണം. ചിന്തിയ കൗമാര അത് പാടിക്കാം മോളെ. ചിന്തിയ 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 കൗമാര ചിന്തിയ കൗമാര ചിന്തിയ കൗമാര ചിന്തിയ കൗമാര. രണ്ടെണ്ണം ഉണ്ട്. അത് ചുമ്മാ ചിന്തിയ ഒരു ഉലുവായൊക്കെ ചിന്തിയ വികാരത്തിലാണ് മോള് പാടിയത്. കൗമാരമാണ് ചിന്തിയത് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വികാരം മനസ്സിലാക്കി മോള് പാടണം. അപ്പോൾ ഇത്രയും ഉണ്ട്. കുറച്ചൊക്കെ പ്രോബ്ലം ഉണ്ട്. അത് മോള് കുറേയും കൂടെ ശരി. ആരാണ് മോൾക്ക് പാട്ട് സെലക്ട് ചെയ്തതെന്ന്? വെരി ഗുഡ്, നല്ല സെലക്ഷനൊക്കെയാണ്. അപ്പോൾ മോള് കുറേയും കൂടെ സ്വന്തം സെലക്ഷൻ ആകുമ്പോൾ നമ്മൾ സ്വയം പാരയാവാൻ പാടുണ്ടോ? നമ്മൾ പാടിയത് കലക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അൽഫോൻസ് സർ, എനിക്ക് തോന്നി പാട്ട് മനസ്സിലാക്കാനായിട്ട്, പാട്ടിനെ തിരിച്ചറിയാൻ, അതിൻ്റെ ആ ഒരു എല്ലാ ഭാഗങ്ങളെയും മനസ്സിലാക്കാനാണ് ഒരു പ്രശ്നം. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിയുമ്പോഴേ നമുക്കത് തിരിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. വേറൊരാൾക്ക് നമ്മളത് തിരിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ ഒന്നാമത് ഈ പാട്ടിനൊരു സുഖം ഉണ്ട്, അല്ലെങ്കിൽ അതിനൊരു ഭാവമുണ്ട്. അത് നമ്മൾ സ്വീകരിച്ച് നമ്മളത് വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ കുറേ കാര്യങ്ങൾ കൈമോശം വന്നു പോകാൻ പാടില്ല. മാക്സിമം അതിൻ്റെ ഒരു അന്തസത്ത കൊടുക്കണം. സംഗതികളുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹിദിയ ഈ ഒരു രാഗം അത്ര ഫെമിലിയർ അല്ല. ഐ മീൻ അതിൻ്റെ സ്വര സ്ഥാനങ്ങളുമായിട്ട് അത്ര അങ്ങോട്ട് ഒരു സുഹൃത്ത് ബന്ധത്തിലായിട്ടില്ല. അപ്പം അത് ഒന്ന് ശരിക്കും വരേണ്ടതുണ്ട്. ഒരു പക്ഷേ അങ്ങനെ കുറേയും കൂടി ഡീറ്റെയിൽഡ് പഠിക്കാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. വർണ്ണച്ചിറകൾ അവിടെയൊക്കെ സംഗതികൾ ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. അതുപോലെ പാറി അത് ആ എൻഡിലേക്ക് തിരിച്ചിങ്ങോട്ട് വന്നില്ല. അപ്പം അത് എല്ലാം പാതി വഴി വന്നിട്ട് മിസ്സായി പോണ പോലെ തോന്നി. അപ്പം ഞാൻ എണ്ണി പറയുന്നില്ല, അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു പാട്ട് സെലക്ട് ചെയ്തതിന് ഒത്തിരി നന്ദി. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സർ. മഹദി മാം. വിദ്യ, ഞങ്ങൾ എല്ലാ റൗണ്ട്സിലും പറയാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹിദിയയുടെ ക്ലാരിറ്റി ഓഫ് സംഗതീസ്, റൈറ്റ്? ഓൾമോസ്റ്റ് എല്ലാ റൗണ്ട്സിലും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ക്ലാരിറ്റി സംഗതീസ് ഹിദിയയ്ക്ക്
പറ്റാവുന്ന ചില ഏരിയാസ് ഉണ്ട്, പറ്റാത്ത ചില ഏരിയാസ് ഉണ്ട്. അതിൽ പെട്ടതാണ് ഈ സംഗതീസ്, റൈറ്റ്? തെറ്റിച്ച് പാടി എന്നല്ല പറയുന്നത്, ആ സംഗതി അങ്ങോട്ട് വന്നില്ല, ആസ് ഇൻ ഒരു ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ ഒരു ഫീലിംഗ്. ഓക്കെ, സോ ഹിദിയുടെ ആ ഒരു വിത്ത് ഹെൽഡ് ഫീലിംഗ് ഉണ്ടല്ലോ, അങ്ങനെ സംഗതി നിറഞ്ഞ ഒരു പാട്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. സോ ഓൾ സിംപ്ലർ ടച്ചസ്, ദാറ്റ്സ് ഓൾ. നോ, സോ അത് ജസ്റ്റ് ഫോക്കസ് ഓൺ ഇറ്റ് ഹിദ്യ. ആൻഡ് ഹിദിക്കിനറിയാം വൺ തിങ്, സെക്കൻഡ് ചരണം കഴിഞ്ഞ് വന്ന ഒരു പുലർക്കാല സുന്ദരം, അത് മാത്രമായിട്ടാണ് കറക്റ്റായിട്ട് പാടിയിരിക്കുന്നത്. സെക്കൻഡ് ചരണം കഴിഞ്ഞ് ആദ്യത്തെ വരി പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു, ദാറ്റ് വാസ് ഫൈൻ. ദ സംഗതി വാസ് ക്ലിയർ ഇനഫ്. ഓക്കെ, അഗൈൻ അത് റെപ്പറ്റീഷൻ ആയപ്പോഴത്തേക്ക് അതും പോയി. ഓക്കെ, ഹിദിക്ക് എന്താ അങ്ങനെ പറ്റുന്നത്? എനിക്ക് ഹിദിയുടെ വോയിസ് ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, കുറേ റൗണ്ട്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് ജസ്റ്റ് ആ ഒരു എഫേർട്ട് ഫ്രം യുവർ സൈഡ്. എത്രമാത്രം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹിദിയുടെ ബ്യൂട്ടിഫുൾ ഗോൾഡൻ വോയിസ് ആണ്, പ്രിൻസസ് ആണ് എന്നൊക്കെ പറഞ്ഞ്, റൈറ്റ്? So high time you take some more efforts, okay, into your sangatis. All the best. Thank you ma'am. ഹിദിയ, അടുത്ത റൗണ്ടിൽ നമുക്ക് ഹിദിയ റീലോഡഡ് ആയിട്ട് വരണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് മാർക്സിലേക്ക് പോവാം. ശരത് സർ. ഹിദിയ 20. 20.5 out of 25. And Alphonse sir. 20.5. Thank you sir. Thank you sir. And Mahadi ma'am. 20.5. 20.5. That means 61.5. Reloaded. Okay. ബാക്കിയുള്ള 2 പാട്ടുകളും സൂപ്പർ ആക്കണം, നല്ല ടോപ്പ് മാർക്ക് മേടിക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആഗ്രഹം നമ്മൾ സാധിച്ചെടുക്കും, ലക്ഷ്യം നമ്മൾ നേടിയെടുക്കും. ഈ ഇൻസ്പിറേഷൻ കോട്ട്സോടെ നമ്മൾ ഇന്നത്തെ സൂപ്പർ സ്റ്റാർ ഇവിടെ റാപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് സെഗ്മെന്റിൽ കാണാം. അൻറ്റിൽ ദെൻ, ഗുഡ് ബൈ ഫ്രം സൂപ്പർ സ്റ്റാർ. கொஞ்சி கொஞ்சி கூவதம்மா புரியாத ஆனந்தம், புதிதாக ஆரம்பம், புரியாத ஆனந்தம், புதிதாக ஆரம்பம், பூத்தாடும் தேன்மொட்டு മണിക്കച്ചയഴിഞ്ഞു വീണു സ്വർണ്ണ പീതാംബരമോലഞ്ഞു വീണു. അനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരപ്പറ മുത്തുണ്ടേ, അനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരപ്പറ മുത്തുണ്ടേ, കല്ലുകൊണ്ടേഴ് നിലയുള്ള കൊട്ടാ